This is the structure of betatron. It consists an evacuated tube either made of glass or ceramic called donut. ഡോണറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇവിടെ റെഡ് കളറിൽ ഷെയ്ഡ് കാണുന്നതാണ് ഡോണറ്റ് ട്യൂബ് എന്ന് പറയുന്നത്. ദെൻ അവിടെ ഒരു ഇലക്ട്രോൺ ഗണ്ണ് കാണാം. ആ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് ഇലക്ട്രോൺസ് ഇൻജെക്റ്റ് ചെയ്യുന്നത് ഈ ഡോണറ്റിൻ്റെ ഉള്ളിലേക്കാണ്. അതായത് ഒരു സർക്കുലർ ഷേപ്പിൽ നമ്മൾ വടയൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സർക്കുലർ ഷേപ്പാണ്. ഈ ഡോണറ്റ് ട്യൂബ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ സ്പെഷ്യലി ഷേപ്പ് പോൾ പീസസ് ഓഫ് മാഗ്നറ്റ്. മാഗ്നറ്റ് നിങ്ങൾക്ക് പിക്ചറിൽ കാണാം, അതിൻ്റെ ഇടയിലാണ് ഈ ഡോണറ്റ് വെച്ചിരിക്കുന്നത്. ദെൻ എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്യും. നമ്മൾ സൈക്ലോട്രോണിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു സർക്കുലർ ലൂപ്പ് ഞാൻ വരച്ചിട്ടുണ്ട്. ആ സർക്കുലർ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വയലറ്റ് കളറിൽ മാഗ്നറ്റിക് ഫീൽഡ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ആ സർക്കുലർ ലൂപ്പിൽ കൂടെ എന്ത് പാസ് ചെയ്യും? കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഡോണറ്റിൻ്റെ ഈ സർക്കിളാണ് ഒരു ഡോണറ്റിൻ്റെ ക്രോസ് സെക്ഷനാണ് കേട്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്രോസ് സെക്ഷൻ്റെ ഇത് കൂടെ എന്ത് വരും? കറണ്ട് ഫ്ലോ ചെയ്യും. അതായത് മാഗ്നറ്റിക് ഇലക്ട്രോൺസ് അതിൻ്റെ ഉള്ളിൽ കൂടെ കറങ്ങുകയാണ്. ഈ പിക്ചർ എന്ന് പറയുന്നത് ഒരു ഹാഫ് പോർഷനാണ് കേട്ടോ. അതായത് ബീറ്റാട്രോണിൻ്റെ കട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഇമേജാണിത്. അപ്പോൾ നമുക്ക് ഡോണറ്റിൻ്റെ ഒരു റെഡ് ഷെയ്ഡിൽ കാണുന്നതാണ് അതിൻ്റെ ഡോണറ്റ്. അപ്പോൾ ഇലക്ട്രോൺ ഡി ക്യാപിറ്റൽ ഡി എന്ന് എഴുതിയത് കാണാം. അവിടെ നിന്ന് ഇൻജെക്റ്റ് ചെയ്ത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ സർക്കുലറായിട്ട് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ സർക്കുലറായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ ഫുൾ മാഗ്നറ്റിക് ഫീൽഡ് കാണിച്ചിട്ടില്ല. പക്ഷെ ശരിക്കും അതെങ്ങനെയാണ് ഫുൾ മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കുക? നമ്മുടെ ഫുൾ സർക്കിൾസാണ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഡോണറ്റ് ഉണ്ട്, ഇതുപോലെയാണ് എന്ത് വരയ്ക്കുക? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കേണ്ടത്. അതായത് ഉള്ളിൽ ഫുൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അതായത് സൈക്ലോട്രോണിൽ പറഞ്ഞതുപോലെ ഓരോ പ്രാവശ്യം കറങ്ങും തോറും അതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഇൻജെക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡുള്ള കാരണം അത് എന്തിലാണ് മൂവ് ചെയ്യുക? സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യും. കിട്ടിയോ? അപ്പോൾ കണ്ടോ, ഇതാണ് അതിൻ്റെ പാത്ത്. സർക്കുലർ മോഷനിൽ ഈ ഡോണറ്റിൻ്റെ ഉള്ളിൽ കൂടെ സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യും. സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യാനുള്ള കാരണം എന്താണ്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ, പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് അതാണ് സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യാനുള്ള കാരണം. ഇവിടെ ഈ ഷേപ്പ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് പോൾ പീസസ് ഓഫ് മാഗ്നറ്റ് കവേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാമിനേറ്റഡ് ആണ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ എഡി കറണ്ട്. ഓക്കെ, അപ്പോൾ അത് ലാമിനേറ്റഡ് ആണ്. ഇത്ര സ്ട്രക്ചറിൽ ഇത് ഇത്രേ പറയാനുള്ളൂ. ഡോണറ്റ് ഉണ്ട്, ആ ഡോണറ്റ് 2 പോൾ പീസസിൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്നു. ദെൻ ഇലക്ട്രോൺ ഗണ്ണുണ്ട്. ഇലക്ട്രോൺ ഗണ്ണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇലക്ട്രോൺസിന് ഇൻജെക്റ്റ് ചെയ്യും. ബിക്കോസ് ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ദ ഇലക്ട്രോൺ മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത്. ഓക്കെ, ഇനി ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് ട്വൈസ് ദ വാല്യൂ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ട്വൈസ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. നമുക്കിനി അത് പ്രൂവ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെറുതെ ഒരു സ്ട്രക്ചർ മാത്രമാണ്. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബീറ്റാട്രോണിൻ്റെ സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമ്മൾ ബീറ്റാട്രോണിൻ്റെ സ്ട്രക്ചറാണ് കണ്ടത്. ഇനി ബീറ്റാട്രോണിൻ്റെ ആക്സിലറേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ദെൻ നമ്മൾ പ്രീവിയസ് പഠിച്ചത് സൈക്ലോട്രോൺ ആണ്. സൈക്ലോട്രോണിൽ ആക്സിലറേറ്റ് ചെയ്യുന്നത് പ്രോട്ടോൺസ്, ഡ്യൂട്രോൺസ് അങ്ങനെയുള്ളവരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സൈക്ലോട്രോൺ ഉപയോഗിച്ച് ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. വൈ ദ ഇലക്ട്രോൺസ് ആർ നോട്ട് ആക്സിലറേറ്റഡ് യൂസിങ് സൈക്ലോട്രോൺസ്? അല്ലെങ്കിൽ സൈക്ലോട്രോൺസ് വെച്ച് ഇലക്ട്രോൺസിനെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ട്? അങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട്. അതിന് കാരണം പറയുന്നത് നമ്മുടെ റിലേറ്റിവിസ്റ്റിക് മാസ് വേരിയേഷനാണ്. നമുക്കറിയാം മാസിൻ്റെ ഇക്വേഷൻ, റിലേറ്റിവിസ്റ്റിക് മാസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. m=m0 ഡിവൈഡഡ് ബൈ √1 - v²/c². അപ്പോൾ ഇവിടെ മാസ് വളരെയായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക ഇലക്ട്രോണിൻ്റെ കേസിൽ. റിലേറ്റിവിസ്റ്റിക് മാസ് കൺസിഡർ ചെയ്യുമ്പോൾ മാസ് എന്തായിരിക്കും? വളരെ ഹൈ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2πm/bq ആണ് അല്ലേ. ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സൈക്ലോട്രോണിലെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2πm/bq ആണ്. അപ്പോൾ നോക്കിയാൽ മാസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടുത്തെ എന്ത് കൂടും? എന്ത് വാരി ചെയ്യും?
ടൈം പീരീഡും വാരി ചെയ്യും. ഓക്കെ, ഇവിടെ മാസ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? ഈ വെലോസിറ്റി ഉണ്ട് ഇവിടെ. വെലോസിറ്റി എന്നുള്ള ടേം മാറുമ്പോൾ മാസ് ഇൻക്രീസ് ചെയ്യും. ആ മാസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടൈം പീരീഡ് വാരി ചെയ്യും. ടൈം പീരീഡ് വാരി ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം മാസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടൈം പീരീഡും കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ എന്താ ചെയ്യുക? ഇലക്ട്രോൺസ് ഹൈ ആയിട്ട് ആക്സിലറേറ്റ് ചെയ്യപ്പെടും. അതായത് വെലോസിറ്റി ഭയങ്കരമായിട്ട് ആക്സിലറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതൊരു നമ്മളെന്താ പറയുക, എനർജി കൂടുകയാണ്. അപ്പോൾ എനർജി കൺസർവേഷൻ അനുസരിച്ച് അത് എന്താ പറയുക വർക്ക് ചെയ്യുന്നില്ല എന്നർത്ഥം. ഏത് ഒരു ഇലക്ട്രോണിൻ്റെ കേസിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇലക്ട്രോൺസ് സൈക്ലോട്രോണിൽ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബീറ്റാട്രോൺ വെച്ച് ഇലക്ട്രോൺസ് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ പ്രശ്നം അവിടെ ഉണ്ടാവും. കാരണം ഈ മാസ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെയും ഇലക്ട്രോണിൻ്റെ കേസിൽ വേരിയേഷൻ സംഭവിക്കാം. പക്ഷേ ബീറ്റാട്രോൺ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെയിനായിട്ട് ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവിടെ ഒരു വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡാണ് അവിടെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ രണ്ട് തരത്തിൽ ഉപയോഗിക്കാം. രണ്ട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ബൈ റെഡ്യൂസിങ് ദ ഫ്രീക്വൻസി ഓഫ് ഓൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് വിച്ച് ഈസ് മെയ്ഡ് ഈക്വൽ ടു ദ റെവല്യൂഷൻ ഫ്രീക്വൻസി ഓഫ് ദ പാർട്ടിക്കിൾ. ഫ്രീക്വൻസി നമ്മുടെ ഇലക്ട്രോൺ കറങ്ങുന്നതിൻ്റെ ഫ്രീക്വൻസിയുടെയും നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഫ്രീക്വൻസിയും ഒരുപോലെ ആക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അവിടെയും എന്തുണ്ടാവും? ഈ ഫ്രീക്വൻസി കുറയുന്നൊരു പ്രശ്നമുണ്ട്. അതായത് ടൈം പീരീഡ് കൂടുക എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ ഇക്വേഷനിൽ നമ്മൾ നോക്കിയിട്ട് മാസ് കൂടുമ്പോൾ ടൈം പീരീഡ് കൂടുമെന്ന് പറഞ്ഞു. ആ ടൈം പീരീഡ് കൂടുക എന്നർത്ഥം ഇറ്റ് മീൻസ് ദ ഫ്രീക്വൻസി ഡിക്രീസസ് ആണ്. ഫ്രീക്വൻസി ഡിക്രീസസ് ആണ് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഫ്രീക്വൻസി ഡിക്രീസസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് ഈക്വലാക്കാം. ഇത് രണ്ടും ദ ഫ്രീക്വൻസി ഓഫ് ഓൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസും റെവല്യൂഷൻ ഇലക്ട്രോൺ റെവല്യൂഷൻ്റെ ഫ്രീക്വൻസിയും നമുക്ക് സെയിം ആക്കി മാറ്റാം. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ഇൻക്രീസിങ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആസ് ദ പാർട്ടിക്കിൾ ആക്സിലറേറ്റ് സോ ആസ് ടു കീപ് ദ പാർട്ടിക്കിൾ ഇൻ ഫേസ് വിത്ത് കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി. കണ്ടോ, ഇവിടെ നമുക്ക് കാണാം കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഉപയോഗിക്കാൻ പറ്റും? ബൈ ഇൻക്രീസിങ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഏത് വർക്ക് ചെയ്യുന്നത്? ബീറ്റാട്രോൺ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് ബീറ്റാട്രോൺ. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഫ്ലക്സ് 5 ആണ്. അവിടെ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? d5/dt എന്നാണ് കാണിക്കുക. ദെൻ നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു -d5/dt. ഇത് നമ്മൾ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഇൻഡ്യൂസ്ഡ് EMFന് പകരം നമുക്ക് പൊട്ടൻഷ്യൽ എന്നുള്ള ലെറ്റർ ഉപയോഗിക്കാം. അപ്പോൾ V ഈസ് ഈക്വൽ ടു -d5/dt. ഓക്കെ, ഇനി നമുക്കറിയാം ഫ്ലക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ 5 ഈസ് ഈക്വൽ ടു B.A ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദെൻ ഏരിയ എന്ന് പറയുന്നത് ഇത് സർക്കുലർ പാത്ത് ആയതുകൊണ്ട് B/r² എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് എന്തായിരിക്കും? വർക്ക് ഡൺ ഓൺ ദ ഇലക്ട്രോൺ. നമ്മൾ ആ പറഞ്ഞ ഒരു ഡബിൾ ആവുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രൂവ് ചെയ്യാൻ പോവാണ് കേട്ടോ. വർക്ക് ഡൺ ഓൺ ദ ഇലക്ട്രോൺ ഇൻ 1 റെവല്യൂഷൻ എന്ന് പറയുന്നത് വർക്ക് ഡൺ എന്ന് പറയുന്നത് W ഈസ് ഈക്വൽ ടു QV ആണ്. നമുക്കറിയാം ഇക്വേഷൻ എന്ന് പറയുന്നത് QV ആണ്. ദെൻ ഹിയർ Q എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ ആണ്. therefore we can write -E then potential EV. ഓക്കെ, ദെൻ ഓൾസോ വർക്ക് ഡൺ നമുക്ക് ഇക്വേഷൻ അറിയാം. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നുള്ള ഇക്വേഷൻ അറിയാം. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് F എന്ന് തന്നെ എഴുതാം. പക്ഷേ ഡിസ്റ്റൻസ് ഒരു സർക്കുലർ മോഷൻ കഴിയുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും? 2πr അല്ലേ. അപ്പോൾ അതിന് നമ്മൾ 2πr എന്ന് എഴുതി. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഏത് കണ്ടുപിടിക്കാം? അതിന് മുമ്പ് നമുക്ക് ഈ വിക്ക് പകരം ഇവിടെ d5/dt എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ. അപ്പോൾ അതിവിടെ എഴുതാം. ഇവിടെ മൈനസാണ്, ഇവിടെയും മൈനസാണ്. സോ ഇറ്റ് ബിക്കം പ്ലസ്. സോ E d5/dt is equal to F 2πr. ദെൻ ഇതിൽ നിന്ന് നമുക്ക് F കണ്ടുപിടിച്ചാൽ എന്തെന്ന് കിട്ടും? ഈ 2πrനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എന്തെന്ന് കിട്ടും? E divided by 2πr d5/dt is equal to F. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് BQV എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ BQ അല്ല, ഇവിടെ ഇലക്ട്രോൺ ആയതുകൊണ്ട് E ആണ്. അത് ഇതിൻ്റെ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും? സർക്കുലർ പാത്താണ് അല്ലേ. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഈക്വലൻ്റ് ആയിരിക്കും.
ഓക്കെ. അപ്പോൾ ബി ഇ വി ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ ആണ്. ഓക്കെ. ഇനി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ സൈഡിലും വി ഉണ്ട്, ഈ സൈഡിലും വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ഒരു വി കളഞ്ഞൂടെ? അപ്പോൾ കളഞ്ഞു പോയി ബാക്കി എന്ത് ഇക്വേഷൻ കിട്ടും? ബി ഇ ഈസ് ഈക്വൽ ടു എം വി ബൈ ആർ എന്ന് കിട്ടും. ദെൻ ഫ്രം ദിസ് വൺ എം വി ഈക്വൽ ടു കണ്ടുപിടിക്കുക. ബി ആറിന് ഇങ്ങോട്ട് എടുത്താൽ മതി. ഇപ്പോൾ ബി ഇ ആർ ഈക്വൽ ടു എം വി. ഈ എം വി എന്ന് പറയുന്നത് എന്താ? മൊമെൻ്റ് അല്ലേ. അപ്പോൾ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് പി. ഓക്കെ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? റേറ്റ് ഓഫ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്നത് എന്താ? ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് ആണ്. ദെർഫോർ ഡി പി ബൈ ഡി ടി ആണ്. ഇനി പി ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടില്ലേ? ബി ഇ ആർ. ദെർഫോർ ഡി ബൈ ഡി ടി ഓഫ് ബി ഇ ആർ എന്ന് കിട്ടും. ഇതിൽ ഇയും ആറും ഒന്നും മാറുന്നില്ല. ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജാണ്, ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പോൾ അത് നമ്മൾ പുറത്തേക്ക് എടുത്തു. ദെൻ ഡി ബി ബൈ ഡി ടി എന്ന് കിട്ടി. ഓക്കെ. ഇവിടെ ലെഫ്റ്റ് സൈഡ് എഫ് ആണ്. ഇനി ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇതുവരെ ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഒന്ന് നോക്കാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് എഫ് ഈക്വൽ ടു തന്നെയാണ്. നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എഫ് ഈക്വൽ ടു ഉണ്ടോ? എഫ് ഈക്വൽ ടു ഇ ബൈ 2πr d5 ബൈ ഡി ടി ആണ്. അപ്പോൾ ഇതിന് രണ്ടിനും നമുക്ക് ഇക്വേറ്റ് ചെയ്തുകൂടെ? അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഇക്വേറ്റിംഗ് ഇക്വേറ്റിംഗ് 1 and 3, അതായത് രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡ് എഫ് ആണ്. നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം 1 എന്ന് പറയുന്നത് ഇ ബൈ 2πr d5 ബൈ ഡി ടി. ഇവിടെ ഇക്വേഷൻ നമ്പർ 3യുടെ ഇതെന്ന് പറയുന്നത് ഇ ആർ ഡി ബി ബൈ ഡി ടി ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ d5 ബൈ ഡി ടീനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേമിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ d5 ബൈ ഡി ടി എന്ന് വരും. ഇവിടെ 2πr മേലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ r ഉണ്ട്. അപ്പോൾ 2πr സ്ക്വയർ എന്നാവില്ലേ? ഇവിടെ ഒരു ഇ ഉണ്ടായിരുന്നു. ദെൻ ഇവിടെ നിന്നൊരു ഇ ഡിവൈഡഡ് ബൈ വരും. അപ്പോൾ എന്തുണ്ടാവും? ഈ ഇയും കട്ട് ചെയ്ത് പോയി. ദെൻ ഇവിടെ ബാക്കിയുള്ള ടേം ഡി ബി ബൈ ഡി ടി. അതായത് ഈ d5 ബൈ ഡി ടീനെ മാത്രം ഇവിടെ നിർത്തുക. ഈ ഇ ബൈ 2πrന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകണം. അതാണ് ഇപ്പോൾ ചെയ്തത്. ഇത് കട്ട് ചെയ്ത് പോയതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ബാക്കി എന്താ വരിക? d5 ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 2πr സ്ക്വയർ ഡി ബി ബൈ ഡി ടി. ഉണ്ടോ? അപ്പോൾ അങ്ങനെ എഴുതാം. d5 ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 2πr സ്ക്വയർ ഡി ബി ബൈ ഡി ടി. ഇനി ഇതൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 എന്ന് കിട്ടില്ലേ? ദെൻ 5 ഈസ് ഈക്വൽ ടു 2πr സ്ക്വയർ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഇൻറ്റു ബി എന്ന് വരും. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ബി എന്ന് വരും. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ, നമുക്കറിയാം 5 എന്ന് പറയുന്നത് ബി ഡോട്ട് എ അല്ലേ? അല്ലേ? പക്ഷേ ഇവിടെ എ എന്ന് പറയുന്നത് πr സ്ക്വയർ ആണ്. ഇത് എ, ഇവിടെ ബിയും ഉണ്ട്. അപ്പോൾ നോക്കിയാൽ ഈ ബി ഇൻറ്റു എയുടെ ഇൻറ്റു 2 ആണ് നമുക്കിവിടെ ഫൈനൽ ആൻസർ കിട്ടിയത് അല്ലേ? അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡബിൾ ആയിരിക്കും. എപ്പോൾ? ഈ ഡി ബി ബൈ ഡി ടി വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിക്കുമ്പോൾ. കണ്ടോ? വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫ്ലക്സ് കൂടുതൽ ഇൻക്രീസ് ആയിട്ട് കിട്ടും. ഇതാണ് ഇതിൻ്റെ ബീറ്റാട്രോണിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ.